എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് കാണണമെന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്? അതായത് എന്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷ കൈവിടുന്ന രീതിയിലാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ എക്സാം എഴുതിച്ച ഒരു വിഷയം വെച്ച് നോക്കുമ്പോൾ നമ്മൾ നീതി കിട്ടുമോ ഇല്ല എന്നുള്ളൊരു ഉറപ്പ് ഇല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിനെ കണ്ട് അവള് തന്നെ പറഞ്ഞതാ, പിന്നെ സിഎമ്മിനെ കണ്ട് കാര്യങ്ങൾ പറയണം, എന്റെ വിഷമങ്ങളും എന്റെ ഇതും ഞാൻ പറയാം. ഓരോ ദിവസം തോറും ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുക. ഇപ്പം കണ്ടില്ല, മൈൻഡ് ഒന്നും ക്ലിയർ അല്ല. എന്നാലും പിടിച്ചാടെ എഴുതി ഒന്ന് രണ്ടേ വാക്കാ പറയാൻ കഴിയുന്നുള്ളൂ. രാത്രി ആയി കഴിഞ്ഞാൽ ഉറക്കില്ല, ഭക്ഷണം വരേക്കില്ല, അങ്ങനത്തെ ഒക്കെ ഉള്ള സ്റ്റേജിൽ ഇങ്ങനെ പോവാ. ഇന്നലെ ഡോക്ടർമാർ വന്നു, കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഒരു പറഞ്ഞ എത്രയും പെട്ടെന്ന് കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. നമ്മൾ കുടുംബം മൊത്തം തകർന്നിരിക്കുക. അപ്പം പിന്നെ നമ്മൾ ഈ അങ്ങാടിയിൽ ഇറങ്ങുന്ന സമയത്ത് ഇവരെ ഈ മോശി പിടിച്ച കളിയും കാര്യങ്ങളും കാണുന്നേരം നമ്മളോട് എന്ത് ചെയ്യാണ്, ഒന്നുകൂടിയും പ്രതികളുടെ ആളുകൾ അതായത് ഇതിൽ മെയിൻ പ്രതി എന്ന് പറയുന്ന ഈ നെഞ്ചക്കൊക്കെ ഉപയോഗിച്ച് അടിച്ച ഈ കുട്ടിയുടെ ഫാദർ, ബാക്കിയുള്ള പോലെ കുടുംബങ്ങൾ എന്താ പറയുക, ഇതെന്തോ നന്മ ചെയ്ത ഒരു ഇതുപോലാണ് അങ്ങാടിയിൽ നിന്ന് കാണിക്കുന്നത്. പല ആളുകളോടും ഒരു ഒച്ചത്ത് സംസാരിച്ച് നമ്മളെന്താ പറയുക, ഒരു അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം. ഇത് ഇത്രയും തെളിവുകൾ. അതും പോരാ, ഈ അവന്റെ ഒരു കുട്ടി, ചെറിയ മകള് ഇവിടെ പഠിക്കുന്നുണ്ട്, ഇവിടെ കാരടി സ്കൂളിൽ. അവിടെ ഏതോ ഒരു പേരൻസ് അല്ല ചെറിയൊരു കുട്ടി അവളോട് ചോദിച്ചു, കൂടെ പഠിക്കുന്ന നിന്റെ ജ്യേഷ്ഠനല്ലേ ഇങ്ങനെ ചെയ്തത് എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുട്ടി വീട്ടിൽ വന്ന് പറയുകയും അത് കാരണം വെച്ചാൽ ഈ കുട്ടിയുടെ വാപ്പ നേരെ സ്കൂളിൽ പോയിട്ട് ആ കുട്ടീനെ ചീത്ത പറയുകയും ആ കുട്ടീന്റെ പേരൻസിനെ വിളിച്ച് ചീത്ത പറയുകയും പിന്നെ സ്കൂളിൽ മാഷ്മാർ ടീച്ചർമാരെയൊക്കെ ഒരു സംസാര വിഷയം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും അവരെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാനോ ഒരു കുറ്റബോധം അവർക്കില്ല. ഓരെന്തോ നന്മ ചെയ്ത രീതിയിലാണ് ഇപ്പൊ ഈ അങ്ങാടി കൂടി മത്സ്യം നടക്കുന്നത്. ഇവർ എല്ലാ ഗുണ്ട ഇതിലും പെട്ട ആളാ ഇവര്. ഇതേപോലെ തന്നെ മറ്റുള്ള ഒരു വീട്ടിൽ നെഞ്ചൊക്കെ പിടിച്ചെടുത്തു. എന്നാ പിന്നെ പോലും ഒരു കസ്റ്റഡി നിയമത്തിന്റെ രീതിയിൽ കൊണ്ടുവരാൻ അവർ കൊണ്ടുവരുന്നില്ല. ഇത് തീർച്ചയായിട്ടും അങ്ങനല്ലേ വേണ്ടത്. ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഈ മക്കളിൽ കൊണ്ടുപോയി സ്കൂളിലേക്ക് ഉപയോഗിക്കും. നാളെ ഇവര് വലിയ ക്രിമിനൽ ആളിൽ പോണത്. അപ്പൊ ഇവര് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടാണല്ലോ ഇതിന്റെ തെളിവാണ് ഇപ്പൊ കാണുന്നത് നമ്മൾ, അല്ലേ? ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയിൽ പോയ സമയത്ത് അവർ കളിച്ച് ചിരിച്ചു കഴിഞ്ഞ് എല്ലാ ആളുകളോടും അഭിവാദ്യം പറഞ്ഞിട്ടുള്ള നടക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഞമ്മക്ക് എന്ത് സഹിക്കുന്നില്ല. വെച്ചാൽ നമ്മളെ കുട്ടി അവിടെ ആറാടി മണ്ണ് കിടക്കുന്നു, ഇവര് ഇവിടുന്ന് ഈ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. അതാണോ ഇതിന്റെ ശരി? നിയമമല്ലേ ഇതിനൊക്കെ? ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങോട്ട് വരുമെന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? കാരണം ഒരു കുട്ടിയാണ് മരിച്ചത്. ഈ കുട്ടികൾക്കിടയിൽ കേരളത്തിൽ പരക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ പേരും നമ്മളെ കാര്യങ്ങളിലൊക്കെ പങ്കുചേരുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ആരെങ്കിലും ഒന്ന് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അല്ലാണ്ട് ഒരു മന്ത്രി ഇവിടെ വന്നിരുന്നു, വനം വകുപ്പ് മന്ത്രി ഇവിടെ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു. ഇപ്പൊ നമ്മള് ഗവൺമെന്റിലും ഈ നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷെ അങ്ങോട്ട് ചെല്ലുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയിലും വരാമായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അവിടെ വരും നമ്മളെ കാര്യങ്ങളൊക്കെ. അതായത് ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം നമുക്ക് കിട്ടും എന്നുള്ളതുണ്ടായിരുന്നു. ഇത് നമ്മളിപ്പം പൊതുവെ ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത്. വല്ലാത്തൊരു വിഷമം. അതായത് നമ്മൾ കുടുംബം മൊത്തം എന്ത് ചെയ്യാണ്, എന്റെ വാപ്പ ആയാലും ഉമ്മ ആയിക്കഴിഞ്ഞാലും ഭാര്യ ആയിക്കഴിഞ്ഞാലും മറ്റുള്ള കുടുംബങ്ങൾ മൊത്തം ഇവിടെ എന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും ദിവസമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും അങ്ങോട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ തകര ചെയ്യുന്നത്. ഓരോ ദിവസം ഇന്നലെ ഇപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയതാണല്ലേ, കോളേജിൽ കൊണ്ടുപോയി ചെല്ലാനാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു വയസ്സായ കുട്ടിയെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം. അതിന്റെ താഴെ 2 പേരുണ്ട്. ഇവരൊക്കെ കൊണ്ട് ഞാൻ നമ്മളെന്ത് ചെയ്യാണ്, ഓരോ ദിവസവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. ഇതിനി ഉണ്ടാവരുത്, മറ്റൊരു രക്ഷിതാവിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിന് മുഖം നോക്കാതെ കർശന നടപടി എടുത്താലേ പറ്റും. അതിന് ഈ എന്ത് ചെയ്യണം, ഈ രക്ഷിതാവ് മുതിർന്ന ആളുകളുണ്ടല്ലോ, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നിൽക്കും. തീർച്ചയായും കേരളത്തിന്റെ സമൂഹ മനസാക്ഷി ഒന്നടക്കം ഞെട്ടിച്ച നൊമ്പരപ്പെടുത്തിയ സംഭവമായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ എങ്കിലും ഈ കുടുംബത്തേക്ക് എത്തി ഈ ആളുകളെ ഒന്ന് ആശ്വസിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു വരവോ അല്ലെങ്കിൽ അത്തരം ആശയവിനിമയങ്ങളോ അവിടുന്ന് ഉണ്ടാവുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്തേക്ക് അദ്ദേഹത്തിന് അപേക്ഷ നൽകി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമയം ചോദിച്ച് അവിടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്നത്. കേവലം ഈ ഇവിടുത്തെ ഷഹബാസ് എന്ന കുട്ടിയുടെ കാര്യം മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ഇനി കേരളത്തിൽ ആവർത്തിക്കരുത് എന്ന ഒരു ആഗ്രഹമാണ് ഈ കുടുംബം പ്രകടിപ്പിക്കുന്നത്.